ഇപ്പം മറിയാമ്മ പറഞ്ഞ കാര്യേ, അതായത് ഈ കാലിന്റെ ആംഗിള് അല്ലെങ്കിൽ അതിന്റെ ആർച്ച് അല്ലെങ്കിൽ മുട്ടൊക്കെ വേദന എടുക്കാന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് എന്ത് ചെയ്യണം എന്നറിയോ? നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സൗന്ദര്യം സംരക്ഷിക്കണ പോലെ തന്നെ അത്ലറ്റിന്റെ ആരോഗ്യം എന്ത് ചെയ്തോളണം? സൂക്ഷിച്ചോളണം. എല്ലാ ദിവസവും അതിനുവേണ്ടി ചെയ്യേണ്ടത് ഐസ് വെക്കണം ഓടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുഴമ്പ് ഹീറ്റാക്കി കുഴമ്പ് ഒരു ദിവസം. ഇന്നിപ്പോ തുടങ്ങിയ പെയിൻ ആണ്, അങ്ങനെയാണെങ്കിൽ ഒരു 24 hours വരെ എന്ത് ചെയ്യുക? അതിന് ഐസ് വെച്ചാൽ മതി. ഒരു 24 hours അപ്പുറത്തേക്കുള്ള പെയിൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഹീറ്റ് അപ്ലൈ ചെയ്യണം. മനസ്സിലായോ? അപ്പൊ കുഴമ്പാണെങ്കിൽ കുഴമ്പ്, അല്ലെങ്കിൽ എണ്ണയാണെങ്കിൽ എണ്ണ, എന്താണോ നിങ്ങളുടെ കയ്യിൽ പ്രോപ്പറായിട്ട് അവൈലബിൾ ആവണം ആ സാധനം എടുത്ത് ഉപയോഗിച്ചോളണം. അല്ലാതെ ഈ മസാജ് ചെയ്യുന്നതാണ് മസാജ് ആ പ്രോപ്പർ ടൈമിൽ എന്ത് ചെയ്തോളാം, അതിനെ കെയർ ചെയ്തോളാം. ഇപ്പൊ ഒരു കാര്യം പറയാം, ഇപ്പൊ നിങ്ങൾ 45 മിനിറ്റ് സ്ലോ കണ്ടിന്യൂസ് ചെയ്യാൻ പോവാ, ഉദ്ദേശിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ എൻഡ്യൂറൻസ് ലെവൽ എന്ത് ചെയ്യണം? ഡെവലപ്പ് ആവണം. മനസ്സിലാവുണ്ടോ? അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇടയിൽ എന്ത് ചെയ്യരുത്? ആ ടൈം ബൗണ്ട് ബ്രേക്ക് ചെയ്യരുത്. കാരണം ഇന്ന് 45 മിനിറ്റ് വിട്ടാലാണ് നമുക്ക് അടുത്ത ദിവസത്തേക്ക് അത് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് കാരണം കൊണ്ട് 45 അടിക്കാതെ എന്ത് ചെയ്യരുത്? സ്റ്റോപ്പ് ചെയ്യരുത്. നല്ല ബ്രീത്ത് ഇൻ ആൻഡ് ഔട്ട്, എയറോബിക് ആയിട്ട് ബ്രീത്ത് എടുത്ത് ബ്രീത്ത് വിട്ട് ബ്രീത്ത് എടുത്ത് ബ്രീത്ത് വിട്ട് പ്രോപ്പറായിട്ട് അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഒരു കാര്യം ചെയ്തോ, ഇവിടുന്ന് ജോഗ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തോ, അവിടെ തീർത്തും അങ്ങനെ ജോഗ് ചെയ്ത് ഇങ്ങോട്ട് പോരെ. വെള്ളം കുടിക്കുന്ന വെള്ളം കുടിച്ചോ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ തന്നെ ഫിനിഷ് ചെയ്തോ. ഗ്രൗണ്ടിൽ പോയിട്ട് ടൈം ഓൺ ആക്കിട്ടോ ഇവിടുന്ന് തന്നെ, കേട്ടോ. വെള്ളം സിപ്പ് ചെയ്തിട്ട് പോകണമെങ്കിൽ വെള്ളമൊക്കെ സിപ്പ് ചെയ്ത് വെക്കോ.